السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على من لا نبي بعده، وعلى آله وأصحابه وأتباعه البررة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അനുഗ്രഹീതമായ ദിവസത്തിൽ ഒരുമിച്ച് ഉടൻ സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെ എല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. അല്ലാഹുവിനെ ഈ ദുനിയാവിൽ നമുക്ക് തരുന്ന ആയുസ് അവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കുവാൻ, കാമിലായ ഈമാനോടെ ലോകത്തോട് വിട പറയുവാൻ പടച്ചവൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മിലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളിലും അല്ലാഹു സന്തോഷവും സമാധാനവും സദാ വർഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അമൂല്യമായ സ്വത്താണ് ഈമാൻ, അഥവാ ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളത്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത, ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും നമ്മൾ മുറുകെ പിടിക്കേണ്ട ഏറ്റവും വലിയ അമൂല്യമായ നിധിയാണ് ഈമാൻ. നമ്മളൊക്കെ പാരമ്പര്യമായി മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ, അവർ അവരുടെ മാതാപിതാക്കളിലൂടെ മുസ്ലിമായതിന്റെ പേരിൽ ഒരുപക്ഷെ ഈമാനിന്റെ വില, ഇതിന്റെ മൂല്യം നമുക്ക് അറിഞ്ഞുകൂടായിരിക്കാം. എന്നാൽ ഈമാനിന്റെ വിലയറിഞ്ഞവർ, ഈമാനിന്റെ മൂല്യം എന്താണെന്ന് അറിഞ്ഞവർ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളാണ് യഥാർത്ഥത്തിൽ. കാരണം അവരിൽ പലരും ജനിച്ചത് മുസ്ലിമായിട്ടല്ല, കാഫിറായിട്ട് ജനിച്ചു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അല്ലാഹു തആല പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് അവരുടെ ഹൃദയവാതിലുകൾ തുറന്നു കൊടുത്തു. അവർക്ക് അല്ലാഹുവിൽ വിശ്വസിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിലൂടെ എന്താണ് ഈമാനിന്റെ വില എന്നവർ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏത് പരീക്ഷണങ്ങളുടെ അഗ്നിജ്വാലകളെ അവർ നേരിടുമ്പോഴും ഈമാനിനെ അവർ മുറുകെ പിടിച്ചു. അതിന് വലിയൊരു ഉദാഹരണമാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹ്മി റളിയല്ലാഹു തആല അൻഹു. വലിയ സഹാബിയാണ്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ മുഴുവൻ സഹാബാക്കളെ കൊണ്ടും ഈ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ നെറ്റിയിൽ ചുംബിപ്പിച്ചു. ഈ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ എന്ന സഹാബിയുടെ നെറ്റിയിൽ മദീനക്കാർ മുഴുവനും ചുംബിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. എന്തുകൊണ്ട്? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല ഖലീഫയായപ്പോൾ റോമിലേക്ക് ഒരു സംഘത്തെ അയച്ചു. ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി റോമിലുള്ള ആളുകൾക്ക് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ, അവരെ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി മുഅ്മിനീങ്ങളായി മാറ്റുവാൻ, പരിവർത്തനം ഉണ്ടാക്കുവാൻ പ്രബോധനത്തിന്റെ വഴിയിൽ ഒരു സംഘത്തെ അയക്കുകയാണ്. ഇവർ റോമിൽ ചെന്ന് പരിശുദ്ധമായ ദീനിന്റെ പരിശ്രമങ്ങൾ നടത്തി ആളുകളെ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോമിലെ ചക്രവർത്തി ഇതറിഞ്ഞു. അയാൾ ഇതിന്റെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെയും സംഘത്തെയും തടങ്കലിലാക്കി. എന്നിട്ട് നേതാവായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ക്രിസ്ത്യാനിയായ ചക്രവർത്തി പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, അന ഉതീക മുൽക നിസ്ഫ മുൽക്കി, എന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം, നീ ക്രിസ്ത്യാനിയാകണം.
കാരണം അയാള് അത്രത്തോളം വലിയൊരു ഓഫർ മുന്നിൽ വെക്കാൻ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് റോം ചക്രവർത്തി കേട്ടിട്ടുണ്ട്. മാത്രമല്ല ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിന് ഒരുപാട് പടയോട്ടം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ വരുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്ന ഒരു ഘട്ടമാണ്. അങ്ങനെയുള്ള വലിയൊരു സാമ്രാജ്യ ശക്തിയായി ഇസ്ലാം മാറുമ്പോൾ അതിന്റെ വലിയൊരു പ്രബോധകനായ ഒരാൾ റോമിലേക്ക് വന്ന് അയാളെ ക്രിസ്ത്യാനിയാക്കുക എന്നുള്ളത് വലിയ ഫേമസ് ആകാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞതാണ്, ഓഫർ കൊടുത്തതാണ്, എന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ, നിനക്ക് ക്രിസ്ത്യാനിയാകാൻ കഴിയുമോ? അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ രാജ്യം മുഴുവനും എനിക്ക് തന്നാലും, എന്ന് മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങൾ മുഴുവന്റെയും കിരീടവും ചെങ്കോലും എനിക്ക് തന്നെ ഭരണാധികാരിയാക്കിയാലും, പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീനിൽ നിന്ന് ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും ഞാൻ പിന്മാറാൻ തയ്യാറല്ല. ഒന്നാമതായി മുന്നിൽ വെച്ച ഓഫർ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു നിഷേധിക്കുന്ന ഘട്ടമായപ്പോൾ റോം ചക്രവർത്തി പറഞ്ഞു, എന്നാൽ നിന്റെ പുതിയ മതവുമായി എന്റെ രാജ്യത്തേക്ക് വന്ന് എന്റെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വന്ന നിന്നെ ഞാനിതാ കൊല്ലാൻ ഉത്തരവിടുകയാണ്. നിന്നെ കൊല്ലാൻ ഉത്തരവിടുകയാണ്. ഭരണാധികാരിയല്ലേ, എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റൊരു രാജ്യത്തിലേക്ക് ചെന്നതാണ്. ഒരു ഭാവവ്യത്യാസവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ ഉടനെ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളാം. വർത്തമാനകാലത്ത് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചരിത്രം പറയുമ്പോൾ ഒരു ജോലി കിട്ടിയാൽ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന എത്രയോ ആളുകൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു സ്ഥാനം കിട്ടിയാൽ, അധികാരത്തിൽ ഒരു സീറ്റ് കിട്ടിയാൽ തന്റെ മതത്തെ തള്ളിപ്പറയുന്ന, അള്ളാഹുവിനെ തള്ളിപ്പറയുന്ന, ബഹുദൈവ വിശ്വാസത്തിന്റെ പിറകെ പോകുന്ന എത്രയോ ആളുകളെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വർത്തമാന കാലത്താണ് ഒരു അധികാര രാജ്യത്തിന്റെ പകുതി നിനക്ക് തരാമേ, ഇസ്ലാമിൽ നിന്ന് പിന്മാറി ക്രിസ്ത്യാനിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ രാജ്യമെന്നല്ല മുഴുവൻ രാജ്യങ്ങളും എന്റെ കീഴിൽ വന്നാലും അതിന് പകരമായി എന്റെ ഹബീബിനെ ഞാൻ തള്ളിപ്പറയില്ല, എന്റെ മുത്തുനബിയുടെ ദീനിനെ ഞാൻ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു, എന്നാൽ നിന്നെ ഞാൻ കൊല്ലാൻ ഉത്തരവിടുകയാണ്. ഇഫ്അൽ മാ ശിഅ്ത, അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞാൻ ദീനിൽ നിന്ന് പിന്മാറുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ വരട്ടണ്ട, നിങ്ങൾ ചെയ്തു കൊള്ളുക. രാജാവ് ആളുകളെ സൈന്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളെ ഒരു കുരിശിൽ തറയ്ക്കുക, കെട്ടി നിർത്തുക, എന്നിട്ട് ഇയാളുടെ ശരീരത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ അമ്പെയ്ത് വിടണം. ശരീരത്തിൽ തറയ്ക്കാൻ പാടില്ല. ഓരോ അമ്പുകൾ ഇയാളുടെ ശരീരത്തിന്റെ അടുത്തേക്ക് വിട്ടിട്ടും ഇയാളോട് ചോദിക്കണം, ഈ ക്രിസ്ത്യാനിയാകാൻ തയ്യാറാകുമോ, മുഹമ്മദ് നബിയെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൈന്യം ഈ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തു. ഒരുപാട് വട്ടം ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അടുത്തേക്ക് അമ്പെയ്ത് വിട്ടു. പക്ഷേ ദീനിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. സൈന്യം അവസാനം തളർന്ന് പിന്മാറി രാജാവിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. വീണ്ടും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇയാളെ ഒരു തിളച്ചു പൊന്തുന്ന നല്ല എണ്ണ ഒഴിച്ച് തിളച്ചു മറിയുന്ന ഒരു പാത്രത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുക. എന്നിട്ട് ഇയാളോടൊപ്പം വന്ന ചില ആളുകളെ അതിലേക്ക് നിങ്ങൾ വലിച്ചെറിയണം. അവർ ഉരുകിത്തീരുന്നത് കണ്ടിട്ട് ഇയാൾ ദീനിൽ നിന്ന് പിന്മാറട്ടെ. സൈന്യം ഉത്തരവ് നടപ്പിലാക്കുകയാണ്. കൊണ്ടുവന്നു വലിയൊരു പാത്രത്തില് തീ കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ച് തിളപ്പിച്ച് പൊന്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ വന്ന ചില മുസ്ലിമീങ്ങളെ ആ തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് ഇട്ടു. അവരുടെ ശരീരത്തിന്റെ മാംസം എല്ലിൽ നിന്ന് അറ്റുമാറുന്ന ഉരുകി മാറുന്ന കാഴ്ച കണ്ടു. ഇത് കണ്ട സമയത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ഒരു സൈന്യം ഒരാള് ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയ്ക്ക് പേടി തട്ടിയിട്ടുണ്ട്, അയാൾ ഭയപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്. ഉടനെ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയെ ചക്രവർത്തി വിളിച്ചു വരുത്തി കൊട്ടാരത്തിൽ അയാളുടെ സിംഹാസനത്തിന് മുന്നിൽ നിർത്തിട്ട് ചോദിച്ചു, ഇനി നീ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണോ? ഇല്ല. പിന്നെന്തിനാണ് നീ കരഞ്ഞത്? എണ്ണയിൽ തിളച്ചു മറിയുന്ന എണ്ണയിൽ നിന്റെ കൂട്ടുകാരെ ഇട്ടിട്ട് വെന്തിരുകുന്നത് കണ്ടപ്പോൾ നീ കരയുന്നത് എന്തുകൊണ്ടാണ്? മഹാനവറുകൾ പറഞ്ഞെന്തെന്നറിയുമോ? ഞാൻ എന്റെ ജീവൻ പേടിച്ചിട്ട് കരഞ്ഞതല്ല.
എന്റെ കൂട്ടുകാർ ആ എണ്ണയിൽ കിടന്ന് വിരുകുന്നത് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോന്നു, റബ്ബേ ഇന്നലീ നഫ്സൻ വാഹിദ, എനിക്കൊരൊറ്റ ശരീരമല്ലേ ഉള്ളൂ. ആ ഒരൊറ്റ ശരീരത്തെ എണ്ണയിലേക്ക് എറിഞ്ഞെന്റെ ജീവൻ പോയാൽ പിന്നെ എന്റെ കഥ കഴിഞ്ഞല്ലോ, ചരിത്രം തീർന്നല്ലോ. പക്ഷേ ഞാൻ ആഗ്രഹം എന്തെന്നറിയുമോ? എന്റെ ശരീരത്തിന്റെ ഓരോ രോമങ്ങളുടെ എണ്ണമോ, എന്റെ ശരീരത്തിൽ എത്ര രോമമുണ്ടോ അത്രയും എണ്ണം എനിക്ക് ജീവൻ തന്നാൽ, എനിക്ക് ശരീരമുണ്ടെങ്കിൽ അത്രയും പ്രാവശ്യം നീ എണ്ണയിലേക്ക് എറിഞ്ഞിട്ട് എന്റെ ജീവൻ പോയാൽ അതെനിക്കൊരു രസമായി മാറോ. എന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ എങ്ങനെ ഷഹീദായാൻ ആഗ്രഹിക്കുകയാണ്. അതിന് സാധ്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അവിടെയും രാജാവ് പരാജയപ്പെടുകയാണ്. സൈന്യത്തിനോട് പറഞ്ഞു, രക്ഷയില്ല, ഇനി ഇയാൾ നിങ്ങൾ ഒരു 3 ദിവസം പട്ടിണിക്കിടുക. ജയിലിനകത്തേക്കായി 3 ദിവസം വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പട്ടിണിക്കിട്ടു. 4ാമത്തെ ദിവസമായപ്പോൾ സൈന്യത്തിനോട് പറഞ്ഞു, അബ്ദുല്ലാഹിക്ക് കഴിക്കാൻ നിങ്ങൾ കൊടുക്കേണ്ടത് പന്നിയുടെ മാംസവും മദ്യവുമാണ്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. മഹാനവറുകൾ കഴിക്കാൻ തയ്യാറായില്ല. 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുന്നില്ല. മരിക്കുമെന്നുറപ്പായ സമയത്ത് രാജാവ് വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയാണ്. ചോദിച്ചു, അബ്ദുള്ള, നിങ്ങളുടെ മതത്തിൽ ഒരു നിയമമുണ്ടല്ലോ, നിങ്ങൾക്ക് മദ്യം കഴിക്കാൻ പാടില്ല, ഹറാമാണ്. പന്നി മാംസം കഴിക്കാൻ പാടില്ല, ഹറാമാണ്. പക്ഷേ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമായാൽ, നിങ്ങളുടെ ഭക്ഷണം കഴിക്കാതെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹറാമായ ഭക്ഷണം കഴിക്കൽ അനുവദനീയമല്ലേ? എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കഴിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ തയ്യാറാകാത്തത്? രാജാവ് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾക്ക് മരണത്തോട് മല്ലടിക്കുമ്പോൾ അല്ലാഹു തആല ഹറാമാക്കിയത്, നിഷിദ്ധമാക്കിയത് കഴിച്ചുകൊണ്ട് ജീവൻ നിലനിർത്താൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ ഹറാമായ മദ്യം കഴിച്ചാൽ, ഹറാമായ പന്നിമാംസം ഞാൻ കഴിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാവില്ലേ? ഒരു മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് മദ്യം കഴിപ്പിച്ചതില്, ഹറാമായ ഭക്ഷണം കഴിപ്പിച്ചതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമല്ലോ, അതെനിക്ക് സഹിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നതിനേക്കാൾ നല്ലത് പന്നി മാംസം കഴിച്ചിട്ട് ജീവൻ നിലനിർത്തുന്നതിനേക്കാൾ നല്ലത്, മദ്യം കഴിച്ചിട്ട് ഞാൻ ജീവൻ നിലനിർത്തുന്നതിനേക്കാൾ നല്ലത് ഞാൻ അല്ലാഹുവിന് വേണ്ടി മരിച്ചു പോകലാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അവിടെയും രാജാവ് പരാജയപ്പെടുകയാണ്. അവസാനം രാജാവ് പറഞ്ഞു, ഇനി എങ്ങനെയും നിന്നെ മതത്തിൽ നിന്ന് പിന്മാറ്റാൻ ഞാൻ പലതും നോക്കി, പക്ഷേ നടക്കുന്നില്ല. അവസാനം എന്റെ സമാധാനത്തിന് നീ എന്തൊരാഗ്രഹം പൂർത്തീകരിച്ചു തരുമോ? എന്താണത്? ഞാൻ രാജാവാണെന്ന്, റോമിലെ ചക്രവർത്തിയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ഭരണീയർ എന്റെ പിന്നിലുണ്ട്, പ്രജകളുണ്ട്. പക്ഷേ ഒരു മുസ്ലിമായ ആള് എന്നെ രാജാവായിട്ട് അംഗീകരിക്കണമെന്നൊരാഗ്രഹമുണ്ട് അബ്ദുള്ള. അതുകൊണ്ട് താങ്കൾ എന്നെ ഒരു രാജാവായി അംഗീകരിച്ചുകൊണ്ട് എന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിക്കുമോ? കുറഞ്ഞ പദവിയിൽ കുറഞ്ഞ ആളുകളല്ലേ പദവിയിൽ കൂടിയ ആളുകളെ നെറ്റിയിൽ ചുംബിക്കുക? അത് നീ ഒന്ന് ചെയ്തു തരുമോ? ഞാൻ നിന്നെ മോചിപ്പിച്ച് നാട്ടിലേക്ക് വിടാം. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ഒരു നിമിഷം ചിന്തിച്ചു, റബ്ബേ, ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യനെ, ഒരു കാഫിറിനെ ബഹുമാനിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ ചുംബിക്കുക പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? അങ്ങനെ ചരിത്രം അദ്ദേഹം ചിന്തിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റോം ചക്രവർത്തിക്ക് കത്തെഴുതിയിട്ടുണ്ട്. അന്ന് നബി തങ്ങൾ എഴുതിയ കത്തിലുള്ളത് മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ ഇലാ മലിക് റോം, ഫ്രം മുഹമ്മദ് ടു കിങ് ഓഫ് റോം. മുഹമ്മദ് നബിയിൽ നിന്ന് റോമിന്റെ ചക്രവർത്തിക്ക് എന്നാണ്. അപ്പോൾ നബി തങ്ങൾ ഒരു രാജാവായി റോമിന്റെ ചക്രവർത്തിയെ അംഗീകരിച്ചിട്ടുണ്ട്, ഒരു ഭരണാധികാരിയായി അംഗീകരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ അംഗീകരിച്ചെങ്കിൽ എനിക്കും അംഗീകരിക്കാമല്ലോ. അപ്പോൾ സമ്മതിച്ചു, നിങ്ങളുടെ നെറ്റിയിൽ ചുംബിക്കാം. അത് എനിക്ക് വേണ്ടിയല്ല, എന്നെ മോചിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എന്നോടൊപ്പം 70-ൽ പരം മുസ്ലിമീങ്ങൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. ആ ആളുകളെ എല്ലാം നിങ്ങൾ തടങ്കലിലാക്കിയിട്ടുണ്ട്. അവരെ എല്ലാം മോചിപ്പിക്കുമെങ്കിൽ ഞാൻ എന്റെ റബ്ബിന് വേണ്ടി നിങ്ങളുടെ നെറ്റി ചുംബിക്കാം. രാജാവ് അവിടെ സമ്മതിക്കുകയാണ്. എല്ലാവരെയും മോചിപ്പിക്കുവാൻ വേണ്ടിയുള്ള കരാർ എഴുതി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു റോം ചക്രവർത്തിയുടെ നെറ്റിയിൽ ചുംബിച്ചു. തന്റെ സഹയാത്രികരെയും കൊണ്ട് തിരിച്ചു മദീനയിലേക്ക് വരികയാണ്.
ഇതറിഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനക്കാരോട് പറഞ്ഞു, സഹാബ നിങ്ങൾ അറിയണേ, പരിശുദ്ധമായ ദീനിന് വേണ്ടി എല്ലാ മരണത്തിന്റെ അഗ്നിപരീക്ഷണങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് എല്ലാ മരണത്തിന്റെ അറ്റത്ത് നിന്നുകൊണ്ട് മരിക്കാൻ വേണ്ടി തയ്യാറായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റോം ചക്രവർത്തി ഏതെല്ലാം പരിപാടികൾ പയറ്റി നോക്കിയിട്ടും ഏതെല്ലാം തന്ത്രങ്ങൾ ചെയ്തു നോക്കിയിട്ടും അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ ഈമാനിനെ തെറ്റിക്കാൻ കഴിഞ്ഞില്ല. തിളച്ചു വന്നുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ട് നിർത്തി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ ദീനിൽ നിന്ന് പിന്മാറിയില്ല. തന്റെ കുരിശിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് മരണത്തിന് മുന്നിൽ കാണിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ പിന്മാറിയില്ല. പട്ടിണി കിടത്തിയിട്ട് ഹറാമായ ഭക്ഷണം കഴിപ്പിക്കാൻ റോം ചക്രവർത്തി നോക്കി. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തയ്യാറായില്ല. ഈ അഗ്നിപരീക്ഷണങ്ങളിലെല്ലാം ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഈമാനിന്റെ അണുമണി തൂക്കം പോലും കുറവ് വരാത്ത അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ തന്റെ അനുയായികളുമായിട്ട് തന്റെ സഹയാത്രികരുമായി വിജയശ്രീലാളിതനായി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയെ സ്വീകരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ടാണ്. മദീനയിലെ ഗേറ്റിൽ വന്നുകൊണ്ട് ബോർഡറിൽ വന്ന് നിന്നുകൊണ്ട് മദീനയിലെ മുഴുവൻ ആളുകളെയും ഒരുമിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു കൂട്ടരും കടന്നു വരുന്ന സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന അബ്ദഉ ബിഹി, ഞാൻ ആദ്യമായി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ നെറ്റിയിൽ ചുംബിക്കുകയാണ്. അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബിച്ചിട്ട് മദീനവാസികളോട് മുഴുവനും പറഞ്ഞ അബ്ദുല്ലാഹിനെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുക പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻഗാമികൾ പരിശുദ്ധമായ ഈമാനിനെ കാത്തു സൂക്ഷിച്ചത് ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ടാണ്. എന്നാൽ നമ്മളുടെ ജീവിതത്തിലോ നമ്മളുടെ ഈമാൻ എന്നല്ല ദീനിന്റെ ഏത് ചട്ടക്കൂടുകളെയോ ഇന്ന് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി താല്പര്യങ്ങൾക്ക് വേണ്ടി തകർത്തെറിയുമ്പോൾ ഈ സഹാബാക്കളോടൊപ്പം ചേരേണ്ടവരാണ് നമ്മൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാകുന്ന പരിശുദ്ധ ഈമാൻ ഏത് പ്രതിസന്ധിയിലോ ഒരല്പം പോലും കുറയാതെ അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തിന്റെ നായകൻ വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തെ പിൻപറ്റി ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.